ISL തുടർച്ചയായ മൂന്നാം മത്സരത്തിലും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. 3 മത്സരങ്ങളും അങ്ങ് ബേഷായി തന്നെ തോറ്റിട്ടുണ്ട്. ഇത്തവണത്തെ മത്സരത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം, ഒരു ഗോൾ അടിക്കാനായി എന്നത് മാത്രമാണ്. സ്വന്തം ഗ്രൗണ്ടിൽ തുടർച്ചയായ രണ്ടാം തോൽവി, അതും ISLലെ നവാഗതരായ ഇന്റർ കാശിയോടാണ്. അവസരങ്ങൾ ഏറെ തുലച്ച് തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം പന്തടക്കത്തിലും ഷോട്ടുകളുടെ എണ്ണത്തിലൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ ഫിനിഷിങ്ങിൽ പിഴച്ചു. പക്ഷേ അവസരം മുതലെടുത്ത ഇന്റർ കാശി കൃത്യമായി 2 തവണ വലയിലെത്തിക്കുക, പന്തെത്തിക്കുകയും ഒപ്പം തന്നെ ഒരു ഗോൾ മടക്കാനായതിൽ ആശ്വസിക്കാം എന്നുള്ളത് തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിരാശയുടെ ദിനം കൂടി. തീർച്ചയായും നിരാശ മാത്രമേ ഉള്ളൂ. നമ്മൾ 12 കൊല്ലമായിട്ട് നിരാശ മാത്രമേ കാണുന്നുള്ളൂ, ഒന്നും കാണില്ല. ഇപ്പോൾ ഈ കളി നമ്മൾ കാണുമ്പോൾ മെയിനായിട്ട് സ്ട്രൈക്കറാണ് ഇതിൻ്റെ പ്രശ്നം. സ്ട്രൈക്കറും കുറച്ചുകൂടെ ബെറ്ററായിട്ട് കുറച്ച് നല്ല സ്ട്രൈക്കറെ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നമുക്ക് നല്ലൊരു കളി കാണാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. അതർവൈസ് ബാക്ക് ഡിഫെൻഡിങ് ഒക്കെ കുഴപ്പമില്ല, എന്നാലും സ്ട്രൈക്കറാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. തട്ടിക്കൂട്ട് ടീമാണ്. അതാണ് എല്ലാ വർഷവും തട്ടിക്കൂട്ട് ടീമും കൊണ്ട് വരും. ഇത് തന്നെ അവസ്ഥ. 12 വർഷമായിട്ട് ഈ തട്ടിക്കൂട്ട് ടീം. അതാണ് ഈ തോൽവിക്ക് കളിയെങ്കിലും ജയിച്ച് കാണാൻ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും. നല്ലൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സരഫലം മാറി. ഈ അപ്പാടെ നല്ല സ്കോഡ് വേണം. സ്കോഡ് ഇല്ലാതെ ഒന്നും ജയിച്ച് കയറി പോരാൻ പറ്റില്ല. അതാണ് എപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം പിന്നെ റിലേഗേറ്റ് ആവാതിരുന്ന ഭാഗ്യം. വളരെ മോശമാണ്. നമ്മ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചൊക്കെയാണ് വന്നത്. പക്ഷേ കളി വരുമ്പോൾ ഭയങ്കര ഒട്ടും പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കളി വന്നില്ല. സീസൺ കഴിഞ്ഞ് പുതിയ സീസൺ ആയപ്പോൾ കളിയൊക്കെ കുറഞ്ഞു. ഇപ്പോഴത്തെ ടാറ്റിക്സ് ഇച്ചിരിയും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇപ്പം കോച്ച് ഡേവിഡ് കറ്റാലൻ്റെ ടാറ്റിക്സ് ഇപ്പം പഴയ സ്റ്റാൻഡേർഡ്സിൻ്റെ അത്രയൊന്നും വന്നില്ല. ഇങ്ങനെ പോകണമെങ്കിൽ അടുത്ത വർഷം ഐ ലീഗിലായിരിക്കും കളി. അപ്പം അത്ര പറയാനുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 3 കളി തോറ്റ്, ഇനി അടുത്ത കളിയും ജയിക്കാൻ നോക്കുക. എന്തോ കളിയാണിത്. കളി സൂപ്പറാണ്. കളിയാണ് കളി. അത്ര ഇതുപോലത്തെ കളിയാണ് ഇനി കളിക്കാൻ. കളിയാണ് ആരും വരണ്ട. ഒന്നാ ഫാൻസുകാർ പോലും ഇല്ല ഇവിടെ. അത് കാരണം വെറുതെ ടിക്കറ്റ് മേടിച്ച് ഞങ്ങള് മടുത്ത് ഞങ്ങള് വെറുതെ ഇത് കണ്ടോ 100 രൂപ അടുത്ത് ജേഴ്സിയൊക്കെ മേടിച്ചു. എന്തിനാണ് ഇത് ഇട്ടോണ്ടായത് പോകുന്നത്? ഇത് മൂടിയിട്ടത്. കൊച്ചി വന്നിട്ട് ഇന്നത്തെ മത്സരത്തിൽ ഈ തുടർച്ചയായ 3 മത്സരങ്ങൾ തോറ്റു. ഇതേ ഒരു നില തുടരുകയാണെങ്കിൽ ഇത്തവണ ISLൽ നിന്ന് തരം താഴ്ത്തൽ ഭീഷണിയിൽ അടക്കം നേരിടേണ്ടി വരും. കാരണം പോയിന്റ് ടേബിൾ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഒരുപക്ഷെ ഡൽഹി ഉള്ളതുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആരാധകരൊക്കെ തന്നെ വലിയ നിരാശയിലാണ് ഇത്തവണ കൂടിയുള്ളത്. എന്തായാലും വീണ്ടും ഒരു വലിയ ആരും പ്രതികരിക്കാൻ പോലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്താ അവസ്ഥ? വലിയ നിരാശ അല്ലേ? എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് പിന്നെ കൂടുതൽ പറയണ്ടെന്നുള്ള കുഴപ്പമില്ല, എന്നാലും സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ. അത് മതി. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. എന്തായാലും ഇതാണ് ഈ വലിയ പ്രതിസന്ധി കാലഘട്ടമാണ്. വലിയ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്ര നിസ്വാർത്ഥമായി ഗ്രൗണ്ടിലേക്ക് വരുന്നു. തോൽവികൾ ഇരന്നിരുന്ന് വാങ്ങുന്നു, കടം പെരുകുന്നു, കലിപ്പടക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ പോലും വീണ്ടും ടീമിനെ പിന്തുണയ്ക്കാൻ ഒരു മടിയുമില്ലാതെ ആരാധകർ എത്തുന്നു എന്നത് മാത്രമാണ് എന്തെങ്കിലും ആശ്വസിക്കാനുള്ളത്. ഇനി അടുത്ത മത്സരത്തിലെങ്കിലും ജയിച്ച് ആദ്യ പോയിന്റ് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം. കൊച്ചിയിൽ നിന്ന് ഷിജു ചൗറയ്ക്കൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.